നമസ്കാരം, ഞാൻ ബിന്ദു ടീച്ചർ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണങ്ങളും ചോദ്യോത്തരങ്ങളുമാണ് ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. സഹപാഠികൾക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. 10ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. പാഠത്തിന്റെ പേര് ആനന്ദാശ്രുക്കൾ. മലയാളത്തിലെ പ്രശസ്ത കഥാകാരിയായ സാറ തോമസിന്റെ മുറിപ്പാടുകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ പാഠഭാഗത്തിന് പ്രവേശകമായിട്ട് ഒരു വാചകം ഇപ്രകാരം തന്നിട്ടുണ്ട്: അമർത്തി ചിമ്മിയ ഉൾക്കണ്ണുകളിൽ വെളിച്ചവും തെളിച്ചവും. അതായത് നമുക്കറിയാം, നമ്മുടെ കാഴ്ചകൾ മങ്ങുമ്പോഴാണ് നമ്മൾ കണ്ണുകൾ അമർത്തി ചിമ്മി കാണാൻ ശ്രമിക്കുന്നത്. അതുപോലെ അറിവ് നേടുന്നതിലൂടെ നമ്മുടെ ഉൾക്കണ്ണുകളിലേക്ക് വെളിച്ചവും കാഴ്ചയ്ക്ക് തെളിച്ചവും ഉണ്ടാകുന്നു. ഇവിടെ അനാഥത്വം എത്രത്തോളം വേദനാജനകമാണെന്നും അതുപോലെ അശരണരും അഗതികളുമായ മനുഷ്യരെ ചേർത്ത് പിടിച്ച് കൈപിടിച്ച് മുന്നോട്ട് നടത്തുന്ന വലിയ മനുഷ്യർ എത്ര വലിയ മാതൃകകളാണെന്നും നമുക്ക് ഈ കഥയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ ജീവിത പുരോഗതിക്ക് ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് എന്നൊരു വലിയ യാഥാർത്ഥ്യവും ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ആനന്ദാശ്രുക്കൾ. തൻ്റെ മാതാപിതാക്കളെ പറ്റി ജോസിന് ഒരറിവും ഉണ്ടായിരുന്നില്ല. കർമ്മലീത്ത കന്യാസ്ത്രീകൾ നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലെ വെളുത്തു തടിച്ച സിസ്റ്റർ തെരിസായുടെ പരിചരണത്തിൽ കുട്ടിക്കാലം കഴിച്ചുകൂട്ടിയ അവ്യക്തമായ ഓർമ്മകളുണ്ട്. സദാ പുഞ്ചിരി തൂകുന്ന മുഖവുമായി തങ്ങളിൽ ഓരോരുത്തരെയും തനത് എന്ന വിചാരത്തോടെ, തൻ്റേത് എന്ന വിചാരത്തോടെ ശുശ്രൂഷിച്ചു വളർത്തിയ സിസ്റ്റർ തെരിസ തനിക്ക് 5 വയസ്സുള്ളപ്പോൾ ആ പ്രായത്തിലുള്ള മറ്റു 3-4 കുട്ടികളോടൊപ്പം പട്ടണത്തിൽ നിന്ന് അകന്നു മാറിയുള്ള ആൺകുട്ടികൾക്കായുള്ള ഈ ഓർഫനേജിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പം നമ്മുടെ ഈ പാഠഭാഗം പറയുന്നത് ജോസ് എന്ന അനാഥ ബാലനെ കുറിച്ചുള്ള ഒരു കഥയാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ് അനാഥത്വം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ് എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത്. അപ്പം ജോസ് അനാഥബാലനാണ്. അവന് ഒരു സിസ്റ്റർ തെരിസായുടെ ശുശ്രൂഷയിലാണ്, പരിചരണത്തിലാണ് അവൻ വളർന്ന് തുടങ്ങിയത്. കൂറ്റൻ മതിൽവളപ്പിനുള്ളിൽ അനേകം ഏക്കറുകളിലായി പരന്നു കിടക്കുന്ന ഈ ഓർഫനേജ് ഒരു പ്രത്യേക ലോകം തന്നെയാണ്. ഇവിടെ 100-ലധികം കുട്ടികൾ, പല പ്രായത്തിലും തരത്തിലുമുള്ളവർ ഒന്നിച്ചു കഴിയുന്നു. ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ആർക്കും ആരോടും വ്യക്തിപരമായ ബന്ധങ്ങളില്ല. വ്യക്തി സ്വാതന്ത്ര്യവും വളരെ പരിമിതമാണ്. അപ്പം ആ ഓർഫനേജിൽ ആരും പരസ്പരം ബന്ധങ്ങളൊന്നുമില്ലാത്തവരാണ്. അതുപോലെ അവർക്ക് സ്വാതന്ത്ര്യവും വളരെ പരിമിതമാണ്. ഒരു സാധാരണ വീട്ടിൽ വളരുന്ന കുട്ടിയെ പോലെ ഇഷ്ടാനുസരണം ജീവിക്കാനോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനൊന്നുമുള്ള സ്വാതന്ത്ര്യം അവിടെ ഇല്ല. പക്ഷെ ആ സത്യം അവരെ അലട്ടിയിരുന്നില്ല. 100-100ഓളം കുട്ടികൾ താമസിക്കുന്ന ഇടമാണ്. പക്ഷേ ഈ സ്വാതന്ത്ര്യമില്ലായ്മയൊന്നും അവരെ ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. തങ്ങളെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ ആരുമില്ലെന്ന വസ്തുത, ആ സത്യം അവരെ വീർപ്പ് മുട്ടിച്ചിരുന്നതുമില്ല. ഓർമ്മ വെച്ചപ്പോൾ തുടങ്ങി മണിമുഴക്കം അനുസരിച്ച് ചിട്ടപ്പെടുത്തിയ ജീവിത രീതി ശീലിച്ചു കഴിഞ്ഞിരുന്നു. മണിമുഴക്കം കേട്ട് ഉണരുന്നു, മണിമുഴക്കം കേട്ട് ആരാധനയ്ക്കായി ഒത്തുകൂടുന്നു, മണിമുഴക്കം കേട്ട് ഊണുമുറിയിലെത്തുന്നു. അത് കഴിഞ്ഞ് ചെറിയ കുട്ടികൾ അടുത്തുള്ള പള്ളിക്കൂടത്തിലേക്ക് പോകുന്നു. മുതിർന്നവർ തൊഴിൽശാലകളിലേക്കും. ദിവസത്തിന്റെ അന്ത്യത്തിൽ അവർ വീണ്ടും ആരാധനയ്ക്കായി ഒത്തുചേരുന്നു. അവസാന മണിമുഴക്കത്തോടെ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുകയായി. ഇതായിരുന്നു അവരുടെ ചിട്ടകൾ. നിയന്ത്രണങ്ങൾ കൊണ്ട് വരിഞ്ഞു കെട്ടിയ ആ ദിനചര്യയിൽ ആർക്കും തന്നെ പരാതികൾ ഉണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അവർക്ക് ഒരു സാധാരണ വീട്ടിൽ താമസിക്കുന്ന കുട്ടികളെ പോലെയുള്ള സ്വാതന്ത്ര്യമോ സ്നേഹവാത്സല്യങ്ങളോ ഒന്നും അവർക്ക് അവിടെ ലഭ്യമാകാനുള്ള മാർഗമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ നിയന്ത്രണങ്ങൾ കൊണ്ട് വരിഞ്ഞു കെട്ടിയ ദിനചര്യല്ല. അപ്പൊ എല്ലാം ഈ മണിമുഴക്കത്തിനനുസരിച്ചാണ് അവരുടെ ഓരോ പ്രവൃത്തികളും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. എന്നാൽ ഇതിനൊന്നും അവർക്കൊരു പരിഭവവും പരാതിയും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ മെച്ചപ്പെട്ട ഒരു ജീവിത രീതിയെ പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ടാവാം, പിന്നെ പരാതിപ്പെട്ടത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന മോഹവും അവർക്കുണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് പേര് സംരക്ഷിക്കപ്പെടുന്ന ഇടമാണ്. ഓരോരോ വ്യക്തിക്കും ഇഷ്ടാനുസരണം ജീവിക്കാൻ അവിടെ ഒരു മാർഗവുമില്ല. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അവൻ്റെ താല്പര്യങ്ങൾ മാത്രം പരിഗണിക്കപ്പെടാനുള്ള ഒരു വഴിയും അവിടെ ഉണ്ടായിരുന്നില്ല.
പക്ഷെ കുടുംബജീവിതത്തിലെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച കുട്ടികളുമായി പള്ളിക്കൂടത്തിൽ ഇടപഴകുമ്പോൾ ജോസ് തന്റെ വലിയ വിടവിനെ പറ്റി ബോധവാനാകാറുണ്ടായിരുന്നു. അപ്പം അവൻ ഈ ഒരു പരിമിതമായ ചുറ്റുപാടുകളിൽ നിന്ന് അവൻ മറ്റു കുട്ടികളും കൂടി പഠിക്കുന്ന, മറ്റു അനാഥാലയത്തിൽ നിന്ന് പുറത്തു നിന്ന് സ്വന്തം വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളും കൂടെ പഠിക്കുന്ന ഒരു ഇടത്തിലാണ് അവൻ പഠിക്കുന്നത്. അപ്പോൾ അവന് ഈ ലോകത്തെക്കുറിച്ചൊരു ബോധവാൻ ആകാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ബാഗ് പപ്പ ബോംബെയിൽ നിന്നും കൊണ്ടുവന്നതാ. ഇന്നലെ എൻ്റെ പിറന്നാളിൽ അമ്മ പായസം വെച്ചു. ഈ അവധിക്ക് ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിൽ പോകും. ഈ ആണ്ടിൽ ജയിച്ചാൽ വല്യപ്പച്ചൻ ഒരു ചെറിയ സൈക്കിൾ വാങ്ങിച്ചു തരും എന്നൊക്കെ കൂട്ടുകാർ വലിപ്പം പറയുമ്പോൾ, പൊങ്ങച്ചം പറയുമ്പോൾ അവൻ്റെ കൊച്ചു ഹൃദയം നുറുങ്ങി വേദനിക്കും. തന്നെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ, തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക്, ഇഷ്ടത്തിനും ഇഷ്ടക്കേടിനും വില കൽപ്പിക്കാൻ ആരും തന്നെ ഇല്ലല്ലോ. എങ്കിലും അവന് ഏറ്റവും മനപ്രയാസം തോന്നിയിരുന്നത് കുട്ടികളുടെ ഇടയിൽ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ സഹപാഠികൾ അവനെ ആരുമില്ലാത്തവൻ എന്ന് വിളിച്ച് അപഹസിക്കുമ്പോഴായിരുന്നു, അങ്ങനെ കളിയാക്കുമ്പോഴായിരുന്നു അവൻ ഏറ്റവും അധികം വേദന. ആരുമില്ലാത്തവനാണ് നീ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന സഹപാഠികൾ ചെയ്തിരുന്നു. ഒഴുക്കുവെള്ളത്തിലെ ഉതളങ്ങ പോലെ താൻ ഈ പൂമുഖത്ത് എങ്ങനെ വന്നുപെട്ടു എന്ന് ഒരിക്കലും താൻ അറിയാൻ പോകുന്നില്ല. അപ്പോൾ അവന് ആ സ്കൂളിൽ വന്ന് ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രം അവൻ ചിന്തിച്ചിരുന്നു, എന്തുകൊണ്ടാണ് തനിക്ക് സ്നേഹവാത്സല്യങ്ങൾ ലഭിക്കാതെ പോയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് താനിങ്ങനെ വെള്ളത്തിൽ കൂടെ ഒഴുകി പോകുന്ന ഉതളങ്ങ പോലെ എവിടുന്ന് വന്നു, ആരാണുള്ളത് എന്നൊന്നും അറിയാതെ ഇങ്ങനെ ഒരു ജീവിതം നയിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്, തൻ്റെ അച്ഛനമ്മമാരാരാണ്, തനിക്ക് ആരൊക്കെ ഉണ്ട്, തനിക്ക് എന്തുകൊണ്ട് ബന്ധുക്കളില്ല എന്നൊക്കെയുള്ള ചിന്തകൾ ഒരുപക്ഷെ അവൻ്റെ മനസ്സിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ അവന് ബോധ്യമായിട്ടുണ്ട്, ഇത് സമത്വ സുന്ദരമായ ഒരു ലോകത്ത് ജീവിക്കാൻ താനും എന്തുകൊണ്ട് അർഹനായില്ല എന്നൊരു ചോദ്യം ന്യായമായും അവൻ്റെ ഉള്ളിൽ ഉയർന്നിട്ടുണ്ടാവാം. വൈകുന്നേരങ്ങളിൽ മ്ലാനത മൂടിക്കെട്ടിയ മുഖവുമായി കളിക്കാൻ കൂട്ടാക്കാതെ ജോസ് അനാഥാലയത്തിന്റെ നീണ്ട നടശാലയുടെ പടികളിൽ ചടഞ്ഞുകൂടുമ്പോൾ സ്നേഹത്തിന്റെ വെളിച്ചവുമായി അവന്റെ വിഷമതകൾ ആരാഞ്ഞ് ഫാദർ ഫ്രാൻസിസ് അരികിലെത്തും. വൈകുന്നേരങ്ങളിൽ മറ്റു കുട്ടികളോടൊന്നും കളിക്കാൻ കൂടാതെ അവൻ്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ തീർച്ചയായും അവൻ സ്കൂളിൽ നിന്ന് തിരിച്ച് അനാഥാലയത്തിൽ എത്തിക്കഴിയുമ്പോൾ അവൻ മ്ലാനത മൂടിക്കെട്ടി അവൻ്റെ മുഖം ആകെ ഒട്ടും പ്രസരിപ്പില്ലാതെ മൗനമായിട്ട് അങ്ങനെ മുഖമൊക്കെ വീർപ്പിച്ച് എന്തോ പരിഭവിച്ച്, ഒരുപക്ഷെ അവൻ്റെ വിധിയോട് തന്നെയുള്ള ഒരു പരിഭവത്തോടു കൂടി അവൻ ഇങ്ങനെ എവിടെയെങ്കിലും ചടഞ്ഞുകൂടിയിരിക്കും, കളികളിലൊന്നും പങ്കെടുക്കാതെ. അങ്ങനെ വരുമ്പോൾ അവൻ്റെ വിഷമതകൾ അന്വേഷിച്ചുകൊണ്ട് ഫാദർ ഫ്രാൻസിസ് അവൻ്റെ അരികിൽ എത്തും. മകനെ, എന്താ നീ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? ഇങ്ങടുത്തു വരൂ. നിന്റെ മുഖത്ത് എന്താണൊരു വല്ലായ്മ? ഒന്നും ഒളിച്ചു വെക്കാതെ എന്നോട് പറയൂ. കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചുകൂടാ. അത്ര കുഞ്ഞുങ്ങളെ അത്രയധികം സ്നേഹിച്ചിരുന്ന, അല്ലെങ്കിൽ കുഞ്ഞു മനസ്സുകളെ വേദനിക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ഫാദറായിരുന്നു ഫാദർ ഫ്രാൻസിസ്. അദ്ദേഹം ഇവനെ ചേർത്ത് നിർത്തും. എന്നിട്ട് എന്താണ് നിന്റെ വിഷമം, എന്നോട് പറയൂ എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. തൻ്റെ മനസ്സിൽ തിങ്ങിക്കൂടുന്ന അവ്യക്തമായ വേദനകൾക്ക് വാക്കുകൾ കൊണ്ട് രൂപം നൽകാനാവാതെ അവൻ കുഴങ്ങുമ്പോൾ അദ്ദേഹം സാന്ത്വനപൂർവ്വം തോളത്ത് തലോടിക്കൊണ്ട് പറയും, മകനെ, നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നിനക്കാരുമില്ലല്ലോ എന്നൊരിക്കലും നിരാശപ്പെടരുത്. അതാ നോക്കൂ, ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ രൂപം. അശരണരുടെയും അനാഥരുടെയും ആശ്വാസം അവിടെയാണ്. പണത്തിനും പ്രതാപത്തിനും ബന്ധുക്കൾക്കും നൽകാൻ കഴിയാത്ത ആശ്വാസം നിനക്കവിടെ കണ്ടെത്താൻ കഴിയും. ഇങ്ങനെയാണ് ഫാദർ ഫ്രാൻസിസ് അവനെ ആശ്വസിപ്പിക്കുക. അവൻ്റെ വിഷമം അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട്. അവൻ ആരാണ്, അവൻ്റെ അച്ഛനമ്മമാരാരാണ്, അവന് ബന്ധുക്കൾ എന്തുകൊണ്ടില്ലാതായി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് താൻ അനാഥാലയത്തിൽ എത്തിച്ചേർന്നത്, ഇങ്ങനെ നൂറുകൂട്ടം ചോദ്യങ്ങൾ സ്വാഭാവികമായും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് എന്ന് ഫാദറിനറിയാം. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ നിനക്കാരുമില്ലല്ലോ എന്നോർത്ത് നീ നിരാശപ്പെടരുത്. കാരണം അഗതികൾക്കും അശരണർക്കും ആശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തുദേവനാണ്. ആ ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ രൂപത്തിലേക്ക് നോക്കുക, അവിടെ നിനക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ പണവും പ്രതാപവും ഈ പറഞ്ഞ ബന്ധുക്കളും ഒക്കെ ഉള്ളവരും ആശ്വാസം കണ്ടെത്തുന്നത് കർത്താവിലാണ്, യേശു ക്രിസ്തുവിലാണ്. അതുകൊണ്ട് നീ അവിടെ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ല. എങ്കിലും ക്രൂശിത രൂപത്തിന്റെ മുമ്പിൽ അവൻ ശരണം പ്രാപിച്ചു. അവന് എല്ലാം ഒന്നും മനസ്സിലായില്ലെങ്കിലും ഇത് തന്നെയാണ് ആശ്വാസം എന്നവൻ കണ്ടെത്തി. ആ ക്രൂശിത രൂപത്തിന്റെ മുൻപിൽ അവൻ ശരണം പ്രാപിച്ചു. ഇതാണ് തൻ്റെ അഭയമെന്നവൻ മനസ്സിലാക്കി. ചെറുതും വലുതുമായ അവൻ്റെ ദുഃഖങ്ങൾ നിരത്തിവെച്ചു. എന്നും മുട്ടിപ്പായി അവന് ഒരപേക്ഷ ഉണർത്തിക്കാനുണ്ടായിരുന്നു. അനാഥനും അഗതിയുമായ തനിക്ക് പഠിച്ചുയരാനുള്ള മാർഗം തെളിച്ചു തരണേ.
അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ ഉള്ളിലുണ്ട്, സങ്കടങ്ങൾ. അതൊക്കെ അവനിങ്ങനെ നിരന്തരം മുട്ടിപ്പായിട്ട് കർത്താവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് അവൻ ഒരു അപേക്ഷ എല്ലായ്പ്പോഴും മുന്നോട്ട് വയ്ക്കാനുണ്ടായിരുന്നു. ഇതാണ്: അനാഥനും അഗതിയുമായ തനിക്ക് പഠിച്ചുയരാനുള്ള വഴി കാണിച്ചു തരണേ എന്നവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം അവൻ അവിടെ നിന്ന് ഉയരാനും വളരാനുമുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് അറിവ് നേടുന്നതിലൂടെയാണ്, വിദ്യാഭ്യാസം നേടുന്നതാണ് എന്നവന് ബോധ്യമായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവന് ആ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിച്ചു. കിടക്കപ്പായിൽ മുട്ടുകുത്തി അവൻ ഹൃദയം നൊന്ന് പ്രാർത്ഥിച്ചു: ഈശോ തമ്പുരാനെ, എനിക്ക് ക്ലാസ് കിട്ടണേ. പഴയ കാലത്തൊക്കെ 10ാം ക്ലാസ്സിൽ 1ാം ക്ലാസ്സോടുകൂടി പാസ്സാകുക എന്ന് പറയുന്നതാണ് അടുത്ത ഉപരിപഠനത്തിനൊക്കെ വേണ്ട കാര്യം. അപ്പം അത് ഏറ്റവും മികച്ച ഒരു വിജയമാണ്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ആ കിടക്കപ്പായിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു: ഈശോ തമ്പുരാനെ, എനിക്ക് ക്ലാസ് കിട്ടണേ. നിം 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 പ്രഭാതമണികൾ മുഴങ്ങുകയാണ്. അവൻ ചാടി എഴുന്നേറ്റു. തന്റെ അരികിൽ ഉറക്കച്ചരോടെ കിടന്നിരുന്ന പീറ്റർ പോലും എണീറ്റ് വരാൻ കാത്തു നിൽക്കാതെ തിടുക്കത്തിൽ വേഗത്തിൽ പ്രഭാതകർമ്മങ്ങൾ നിർവഹിച്ചു. ചാപ്പലിലെത്തി, പ്രാർത്ഥിക്കുന്ന ഇടത്തെത്തി. പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഫാദർ ഫ്രാൻസിസ് സുസ്മേരവദനായി, നല്ല പുഞ്ചിരിച്ച മുഖവുമായി ചാപ്പലിന്റെ നടയിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പം അവൻ കാത്തിരിക്കുന്ന ദിവസം വന്നെത്തി. അവൻ കൂട്ടുകാരനായ പീറ്ററിനെ പോലും കാത്തു നിൽക്കാതെ വേഗം തന്നെ പെട്ടെന്ന് ഫാദറിന്റെ അടുത്തെത്തി, ചാപ്പലിലെത്തി. അവിടെ ഫാദർ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൻ ബഹുമാനത്തോടെ കൈകൾ കൂപ്പി ഫാദറിനെ വന്ദിച്ചു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മകനെ, നിന്റെ പ്രാർത്ഥന തമ്പുരാൻ കേട്ടിരിക്കുന്നു, ഇതാ നോക്കൂ. അവൻ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് അവൻ കേൾക്കുന്നത്. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. ലോഹയുടെ കീശയിൽ നിന്ന്, അപ്പൊ അദ്ദേഹത്തിന്റെ പുരോഹിത വസ്ത്രത്തിന്റെ കീശയിൽ നിന്ന് അദ്ദേഹം പത്രമെടുത്ത് അവന്റെ നേരെ നീട്ടിപ്പിടിച്ചു. തന്റെ നമ്പറിന് മുകളിലുള്ള നക്ഷത്ര ചിഹ്നത്തിൽ അവന്റെ കണ്ണുകൾ തറച്ചു നിന്നു. അവൻ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതുമായ ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. നക്ഷത്ര ചിഹ്നം, അവന്റെ നമ്പറിന് മുകളിൽ നക്ഷത്ര ചിഹ്നമുണ്ട്. അവൻ 1ാം ക്ലാസ്സിൽ പാസ്സായി എന്നുള്ളതിന് ഉള്ള അറിയിപ്പാണത്. മനസ്സിൽ ഉന്മേഷം പതഞ്ഞു പൊങ്ങി. അവന് എത്രത്തോളം ഉത്സാഹമുണ്ടായി എന്നറിയില്ല, അത്രത്തോളം അതങ്ങനെ പതഞ്ഞു പൊങ്ങുകയാണ്. അതങ്ങനെ അവസാനിക്കാതെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം അവൻ കണ്ണുകൾ ഉയർത്തി ഫാദർ ഫ്രാൻസിസിനെ നോക്കി. തൻ്റെ ഭാവി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ. അപ്പം അവൻ ആഗ്രഹിച്ചതുപോലെയും പ്രതീക്ഷിച്ചതുപോലെയും 1ാം ക്ലാസ്സിൽ അവൻ 10ാം ക്ലാസ് പാസ്സായി. അപ്പൊ ഇനി തൻ്റെ ഭാവി എന്താണ്, അത് നിശ്ചയിക്കേണ്ടത് ആരാണ്? ഫാദർ ഫ്രാൻസിസ് ആണ്. അപ്പം അതിനെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയാണ് അവൻ്റെ കണ്ണുകളിൽ. പക്ഷെ അതേപ്പറ്റി തുറന്നു ചോദിക്കാൻ ധൈര്യം പോരായിരുന്നു. അവൻ അതിന് മാത്രം വളർന്നിട്ടില്ല. തൻ്റെ ഭാവി എന്താവും എന്ന് ചോദിക്കാൻ, അല്ല ഇനി എന്താണെന്ന് ചോദിക്കാനുള്ള ആ ധൈര്യം അവനില്ല. അദ്ദേഹം പുഞ്ചിരി തൂകിക്കൊണ്ട് പറഞ്ഞു: വരൂ ജോസ്, എൻ്റെ മുറിയിൽ വരൂ. വിറയാർന്ന വിറയ്ക്കുന്ന കാൽവയ്പ്പുകളോടെ ജോസ് അദ്ദേഹത്തെ അനുഗമിച്ചു, പിന്തുടർന്നു. എന്താണ് ആ വിറയാർന്ന കാൽവയ്പ് എന്ന് പറഞ്ഞ? കാരണം അവന്റെ നെഞ്ചിങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എൻ്റെ ഭാവി, എന്താണ് എനിക്ക് ഇനി പഠിക്കാൻ സാധിക്കുമോ, അതോ എൻ്റെ പഠനം ഇതുകൊണ്ട് അവസാനിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത. ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠയോടെ മനസ്സ് പിടയുകയായിരുന്നു. ആ കൊച്ചുകുട്ടിയാണ് അവൻ, അല്ലേ? അവന് ഭാവിയെക്കുറിച്ച് ആരോടാണ് ചോദിക്കാൻ കഴിയുക? അവന് അങ്ങനെ ചോദിക്കാൻ അവകാശമുള്ള, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന ഒരാള് ഇല്ല. അതുകൊണ്ട് ഭാവിയെപ്പറ്റി വലിയ ഉത്കണ്ഠയോടെ മനസ്സ് പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ അകത്തു കടന്നപ്പോൾ അദ്ദേഹം വാതിൽ ചാരി, എന്നിട്ട് അവനെ അരികിലേക്ക് വിളിച്ചു. ജോസ്, ഇങ്ങ് അടുത്തു വരൂ. നിന്റെ മനസ്സിലെ ആലോചനകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം മകനെ. നീ ആശിക്കുന്നത് പോലെ നിന്നെ തുടർന്ന് പഠിപ്പിക്കണമെന്നാണ് എൻ്റെയും ആഗ്രഹം. ഫാദർ ജോസഫും അതിനനുകൂലിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം ഫാദർ ഫ്രാൻസിസിന്റെ വാക്കുകളിൽ നിന്ന് അവൻ കേൾക്കുകയാണ്. അപ്പം നിന്റെ ആലോചനകൾ, അപ്പം എന്തുകൊണ്ടാണ് അവൻ്റെ ആ ഹൃദയത്തിന്റെ പിടിപ്പും അവൻ്റെ ആ സങ്കടങ്ങളും ഉത്കണ്ഠയും ആകാംക്ഷയും എല്ലാം ഫാദറിന് നന്നായി വ്യക്തമായി മനസ്സിലായി. എന്നിട്ട് പറയുകയാണ്: നീ ആശിക്കുന്ന പോലെ നിന്നെ തുടർന്ന് പഠിപ്പിക്കണം എന്നാണ് ആഗ്രഹം. അതിന് ഫാദർ ജോസഫും തീർച്ചയായും അവരുടെ സുപ്പീരിയറും അതിന് തീർച്ചയായും അനുകൂലിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം സമർത്ഥനായ കുട്ടിയാണ് ജോസിന്റെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു. അവന് ആനന്ദത്തിന്റെ കണ്ണീരാണ്, സന്തോഷത്തിന്റെ കണ്ണീര് അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു. അദ്ദേഹം വാത്സല്യത്തോടുകൂടി അവന്റെ തോളിൽ തട്ടി: ജോസ്, നന്നായി വരുമെന്ന് എനിക്ക് തീർച്ചയുണ്ട്.
എൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞാൻ അതിന് ശ്രമിക്കുകയും ചെയ്യും. വീടും കുടുംബവും ഉപേക്ഷിച്ച് യേശുവിൻ്റെ വേലയ്ക്കായി ഇറങ്ങിയവനാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരുപോലെ തന്നെ ആയിരിക്കേണ്ടതാണ്. പക്ഷേ എന്തോ നിന്നോട് മാത്രം പ്രത്യേകമായ ഒരു അടുപ്പം, സ്വന്തം മകനെ പോലെ. എല്ലാവരും തുല്യരാണ് ഫാദറിനെ സംബന്ധിച്ച്. പക്ഷേ ഇത്രയും നല്ല സ്വഭാവ ശുദ്ധിയുള്ള, അല്ലെങ്കിൽ നല്ല അടുക്കും ചിട്ടയുമുള്ള, അല്ലെങ്കിൽ നന്നായി പഠിക്കുന്ന, ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയും ഭാവിയെക്കുറിച്ച് അവന് ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അവന് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് അല്ലേ. അതുകൊണ്ട് എന്തോ ആ ഒരു അടുപ്പം അവനോട്, സ്വന്തം മകനെ എന്ന പോലെയുള്ള ഒരു സ്നേഹവും അടുപ്പവും അവനോട് ഫാദറിനുണ്ട്. വികാരനിർഭരമായ വല്ലാത്ത ഒരവസ്ഥ, വികാരനിർഭരമായ, നിർഭരം എന്ന് പറഞ്ഞാൽ നിറഞ്ഞ. സ്വരം പെട്ടെന്ന് നിയന്ത്രിച്ചിട്ട് അദ്ദേഹം തുടർന്നു. അവനോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലുണ്ട്. അതാണ് ആ വികാരനിർഭരമായ സ്വരം പെട്ടെന്ന് നിയന്ത്രിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അത് പോട്ടെ, ഇവിടെ കോളേജ് ഇല്ലാത്തതുകൊണ്ട് ചങ്ങനാശ്ശേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാനേ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വരും. ഏതായാലും നീ ഭാവിയെ ഓർത്ത് വിഷമിക്കേണ്ട, എല്ലാം നീ ആശിച്ചതുപോലെ ശരിപ്പെടും. അപ്പം തീർച്ചയായും അവൻ്റെ അധ്വാനം, അവൻ്റെ പ്രാർത്ഥന, അതിനൊക്കെ ഇന്ന് ഫലം കണ്ടിരിക്കുകയാണ്. നീ ഭാവിയെ ഓർത്ത് വിഷമിക്കേണ്ട, ഞാൻ എന്തായി തീരും, എനിക്കെങ്ങനെയാണ് ഈ സങ്കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക എന്നൊക്കെ അവൻ ഒരുപക്ഷെ ഇത്രയും കാലം ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പം അതിനെല്ലാം ഒരു സമയം വന്നിരിക്കുകയാണ്. നീ ആശിച്ചതുപോലെ, നീ ആഗ്രഹിച്ചതുപോലെ എല്ലാം ശരിപ്പെടും. ഫാദർ ഫ്രാൻസിസിനെ ഒന്നുകൂടി വന്നിച്ച് അവൻ മുറിക്ക് പുറത്തു കടന്നു. ആഹ്ലാദം കൊണ്ട് അവൻ വീർപ്പ് മുട്ടുകയായിരുന്നു. എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം 1ാം ക്ലാസ്സോടുകൂടെ പാസ്സായി, മാത്രവുമല്ല ഇനിയും തുടർന്ന് പഠിക്കാനുള്ള അനുവാദം അവന് ലഭിച്ചിരിക്കുന്നു. അതിനുള്ള അവസരം അവന് കൈവന്നിരിക്കുന്നു. അപ്പൊ തീർച്ചയായും അവൻ ആഹ്ലാദം കൊണ്ട് അവന് ശ്വാസം മുട്ടുന്നത് പോലെ അനുഭവപ്പെട്ടു. ഡൈനിങ് ഹാളിന്റെ പടികളിൽ പീറ്റർ അവനെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവന്റെ കൊച്ചു അനുജനെ പോലെയുള്ള ഒരു സുഹൃത്ത്. തനിക്ക് കൈവന്ന ഭാഗ്യം തന്റെ കൊച്ചു സുഹൃത്തിനെ അറിയിക്കാനുള്ള ക്ഷമകേടോടെ അവൻ വേഗം നടന്നു. പെട്ടെന്ന് അവനോട് പറയണം. പക്ഷെ ജോസ് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ പീറ്റർ വിളിച്ചു ചോദിച്ചു, ജോസേട്ടൻ ഇതുവരെ എവിടെയായിരുന്നു? കാലത്തെ പത്രം വന്നു കാണും, രാവിലെ തന്നെ പത്രം വന്നു കാണും. ഫാദറിന്റെ മുറിയിൽ പോയി റിസൾട്ട് നോക്കണ്ടേ? അവനും ആകാംക്ഷയിലാണ്. തൻ്റെ ജ്യേഷ്ഠനെ പോലെയുള്ള ആ സുഹൃത്തിനെ അവൻ്റെ ഭാവിയെക്കുറിച്ച് അറിയാനുള്ള വ്യഗ്രത, തിടുക്കം അവനിലുമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് റിസൾട്ട് പോയി നോക്കണ്ടേന്ന് ചോദിച്ചു. ഞാൻ ഫാദറിന്റെ അടുക്കൽ നിന്ന് തന്നെയാണ് പീറ്റർ വരുന്നത്. നിന്റെ പ്രാർത്ഥന മാതാവ് കേട്ടിരിക്കുന്നു. അപ്പൊ അവന്റെ പ്രാർത്ഥന മാതാവ് കേട്ടിരിക്കുന്നു എന്നാണ് ജോസ് പറയുന്നത്. കാരണം ആ കുട്ടി പീറ്റർ എത്രത്തോളം തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് അറിയുന്നവനാണ്. അപ്പം നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സുഹൃത്തിന് വേണ്ടി, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം അല്ലേ. നമ്മുടെ മനസ്സ് അത്രത്തോളം വിശാലമാകണം. മറ്റുള്ളവർക്ക് കിട്ടുന്ന ഉയർച്ചയിലും സന്തോഷിക്കാൻ കഴിയണം. അത്തരം ഒരു കൂട്ടുകാരനെയാണ് അവന് കിട്ടിയിരിക്കുന്നത് പീറ്റർ. എന്നിട്ട് പറയാണ്, നിന്റെ പ്രാർത്ഥന മാതാവ് കേട്ടിരിക്കുന്നു. എന്നിട്ട് ഒറ്റ ശ്വാസത്തിൽ ഫാദർ ഫ്രാൻസിസ് പറഞ്ഞതൊക്കെ പീറ്ററിനെ പറഞ്ഞു കേൾപ്പിച്ചു. അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിപ്പോയി. അവൻ ആഗ്രഹിച്ചിരുന്ന കാര്യം കേട്ടപ്പോഴവന് സന്തോഷം കൊണ്ട് അവന് നിൽക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് സന്തോഷമായി പോയി. തുള്ളിച്ചാടി എന്ന് പറഞ്ഞ്, എൻ്റെ ജോസേട്ടാ ഇനി എന്ത് വേണം, ഇനിയിപ്പോൾ എന്താ വേണ്ടത് എന്ന് ചോദിച്ച് രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്താണ് ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയതിന് കാരണം ആനന്ദാശ്രുക്കളാണ്. ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അടക്കാനാവാത്ത കണ്ണീരാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അപ്പം എത്രത്തോളം അനാഥത്വം എന്ന് പറയുന്നത് എത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ് എന്ന് നമുക്ക് ഈ ചെറിയ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് അല്ലെ. എല്ലാവരും സമന്മാരായും എല്ലാവരും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയും ഒക്കെ ജീവിക്കാൻ ഈ ലോകത്തിൽ അവസരം കിട്ടേണ്ടതാണ്. എന്നാൽ ചിലർക്കെങ്കിലും ദൗർഭാഗ്യവശാൽ അത് കിട്ടാതെ പോകുന്നു എന്നൊരു സത്യവും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ആണെങ്കിലും ചെറിയ ചെറിയ അസൗകര്യങ്ങൾക്ക് പോലും പരിഭവിക്കുന്നവര്, എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പിണങ്ങുന്നവരൊക്കെ ഉണ്ട് കുട്ടികളുടെ കൂട്ടത്തിൽ അല്ലേ. പക്ഷെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയും കുറച്ചാളുകൾ നമ്മുടെ ഇടയിലുണ്ട്, സമൂഹത്തിലുണ്ട്, ഈ അനാഥത്വം കൊണ്ട് വേദനിക്കുന്നവർ എന്ന് തിരിച്ചറിയുകയും അവരെ സംരക്ഷിക്കുന്നവരും അവരെ കൈപിടിച്ച് നടത്തുന്നവരും ഉണ്ട് എന്ന് തിരിച്ചറിയുകയും നമുക്ക് പറ്റുന്നതൊക്കെ അതുപോലെയുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവിടെ സമത്വം പുലരുന്നത് എന്ന് നമുക്ക് ഈ കഥയിലൂടെ ബോധ്യമാവുകയാണ് അല്ലേ. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാറാ തോമസ് എന്ന് പറയുന്ന മലയാളത്തിലെ പ്രശസ്ത കഥാകാരിയുടെ ഒരു നോവലിൻ്റെ ഒരു ഭാഗമാണ്. മുർപ്പാടുകൾ എന്ന നോവലിൻ്റെ ഒരു ഭാഗമാണിത്.
ഈ കഥാകാരിയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. 1969 ആദ്യ നോവൽ ജീവിതം എന്ന നദി എന്ന പുസ്തകം പ്രസിദ്ധപ്പെടുത്തി. നാർമുടിപ്പുടവ, അസ്തമയം, വെള്ളിരേഖകൾ, അർച്ചന, മുറിപ്പാടുകൾ, പവിഴമുത്ത്, കെടാത്ത കൈത്തിരി, അഗ്നിശുദ്ധി, നീലക്കുറിഞ്ഞികൾ ഇതൊക്കെ നോവലുകളാണ്. ഗണിതം തെറ്റിയ കണക്കുകൾ, ഇണങ്ങാത്ത മുഖങ്ങൾ, ഒറ്റപ്പെട്ട നിമിഷങ്ങൾ, തെളിയാത്ത കൈരേഖകൾ, സാറാ തോമസിന്റെ കഥകൾ ഇതൊക്കെ കഥാസമാഹാരങ്ങളാണ്. അസ്തമയം, പവിഴമുത്ത്, അർച്ചന, മുറിപ്പാടുകൾ എന്നീ നോവലുകൾ ചലച്ചിത്രമാക്കിയിട്ടുണ്ട്. മുറിപ്പാടുകളുടെ ചലച്ചിത്രാവിഷ്കാരമായ മണിമുഴക്കത്തിന് സംസ്ഥാന ചലച്ചിത്ര അവാർഡും പ്രാദേശിക ചലച്ചിത്രത്തിലുള്ള രജത കമലവും ലഭിച്ചു. നാർമുടിപ്പുടവയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗത്തിന്റെ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ്. പഠന പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.